ഒരൊറ്റ ഫാക്ടറി, ഈതേൻ സ്റ്റോർ ഹൗസുള്ള ഒരു ഫാക്ടറി തകർന്നാൽ കേരളത്തിലെ മുഴുവനും ജനങ്ങളും ഭോപ്പാൽ ട്രാജഡി പോലെ വിഷവാതകം ശ്വസിച്ച് മരിക്കില്ലേ? കേരളം എന്ന് പറഞ്ഞുകൊണ്ട് ഗ്യാസ് തമിഴ്നാട് അങ്ങോട്ട് കയറണ്ടെന്ന് വിചാരിക്കുമോ? ഗ്യാസ് പോകുന്ന സ്ഥലത്തൊക്കെ ജനങ്ങൾ വീഴും. ഭോപ്പാൽ ട്രാജഡി പോലെ തൊട്ട് മുമ്പിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ വീഴുമ്പോൾ ഉടനെ തന്നെ നമ്മളും വീഴും. ഈ ആളുകൾ ബോധമില്ലാണ്ട് ഇനി ഇരുന്നാലുണ്ടല്ലോ, ഇനിയും ഇരുന്നാൽ നമ്മളുണ്ടാവില്ല. അത്രേ ഉള്ളൂ. ചരിത്രത്തിൽ ഇങ്ങനെ കുറേ വിഡ്ഢികൾ, കുറേ ജനങ്ങൾ ഇവിടെ കേരളത്തിലുണ്ടായിരുന്നു. അവരെയൊക്കെ പ്രകൃതി തന്നെ മണ്ണിട്ട് മൂടി, കുറേ പെട്രോളും ക്രൂഡ് ഓയിലും അതും ഇതൊക്കെ കോരി ഒഴിച്ച് പുല്ലുപോലും മുളയ്ക്കാത്ത ഒരു സംസ്ഥാനമാക്കി മാറ്റിക്കളഞ്ഞ കുറേ വിഡ്ഢികൾ ഈ നാട്ടിലുണ്ടായിരുന്നു. ചരിത്രം പറയേണ്ട അവസ്ഥ വരും. ഇപ്പോൾ പ്രതികരിക്കണം. ഏതാണ്ടൊക്കെ ലക്ഷണം കണ്ടു തുടങ്ങി. ഒരു സയൻറ്റിസ്റ്റ് എന്നോട് പറഞ്ഞു, നിങ്ങളുടെ വീട്ടിലെ പൂച്ചേനെയും പട്ടീനെയും എപ്പോഴും ശ്രദ്ധിക്കണം. അതിന് മനസ്സിലാവും മുല്ലപ്പെരിയാറിൽ അവിടെ എന്തെങ്കിലും സംഭവിച്ചാൽ. മനുഷ്യന് മനസ്സിലാവില്ല. അവിടെ എന്തെങ്കിലും സംഭവിച്ചാൽ ഈ പട്ടിക്കും പൂച്ചയ്ക്കും ഒക്കെ അതിൻ്റെ റിഫ്ലക്ഷൻസ് അവർ കാണിക്കും.